18 ലക്ഷം സാലറി ഉള്ള ജോലി റിസൈൻ ചെയ്ത് സംരംഭം തുടങ്ങിയ യങ്സ്റ്റർ. സ്വിഗ്ഗിക്കും സൊമാറ്റോയ്ക്കും ഞാൻ ഡയറക്റ്റ് കോമ്പറ്റീഷൻ ആണെന്ന് ഒരിക്കലും പറയത്തില്ല. രാത്രിയാകുമ്പോ കോമ്പറ്റീഷൻ ഇൻഡയറക്ട്ലി കോമ്പറ്റീഷൻ ആണ്. ഞങ്ങളെ ഓപ്പറേഷണൽ ആയിട്ടുള്ള സ്ഥലത്തൊക്കെ നമുക്കെതിരെ അവര് കരുക്കൾ ഓൾറെഡി നീക്കി തുടങ്ങി. പ്ലെന്റി എന്ന് പറഞ്ഞാൽ ഈ സ്വിഗ്ഗിയും സൊമാറ്റോയും പോലെ എപ്പോഴും റെസ്റ്റോറൻറ്റ്സ് ലൈവ് ആയിരിക്കൂല. കാരണം സർപ്ലസ് ഫുഡ് മാർക്കറ്റ് പ്ലേസ് ആയതുകൊണ്ട് സർപ്ലസ് ഫുഡ് എപ്പോ വരുമോ അപ്പൊ മാത്രമേ റെസ്റ്റോറൻറ്റ്സ് ലൈവ് ആകത്തുള്ളൂ. അതായത് 200 രൂപയുടെ ബിരിയാണി 69 രൂപയ്ക്ക് നമ്മുടെ ബിരിയാണി കിട്ടും. ഇൻഫ്ലുവൻസറെ കൊണ്ട് നമുക്ക് 20-30 ഡൗൺലോഡ്സ് വന്നു. പക്ഷെ കോമഡി എന്താണെന്ന് വെച്ചാൽ പിന്നെ അതിന് ശേഷം കൊടുക്കാൻ സാധനം ഇല്ലായിരുന്നു. ആക്ച്വലി ഞെട്ടിപ്പോയ ചില ഡേറ്റ ഒക്കെ ഉണ്ട്. ഞങ്ങൾ ആദ്യം വിചാരിച്ചു കസ്റ്റമേഴ്സ് ട്രൈ ചെയ്യും, 1 പ്രാവശ്യം വാങ്ങിക്കും, 2 പ്രാവശ്യം വാങ്ങിക്കും, 3 പ്രാവശ്യം വാങ്ങിക്കും. പക്ഷെ ഞങ്ങൾക്ക് ഒരു 60-70 ദിവസത്തിൽ തന്നെ 110 പ്രാവശ്യം വാങ്ങിച്ച കസ്റ്റമേഴ്സ് ഉണ്ട്. ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ നമ്മുടെ ഫുഡ് വേസ്റ്റ് ഞങ്ങളുടെ ആപ്പ് വഴി തന്നെ ഒരു 30-40% കുറയ്ക്കാൻ പറ്റണം ആനുവൽ ബേസിസ്. ഇൻക്യുബേഷൻ സെന്ററിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാർട്ടപ്പിന്റെ ഐഡിയ എന്ന് പറയുന്നത് നമ്മുടെ സോളാർ പാനൽസ് ഇല്ലേ, അത് റീസൈക്കിൾ ചെയ്ത് അതിന്ന് മെറ്റൽസ് എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ്. പ്ലെന്റി ഓഫ് ഫുഡ് നമ്മുടെ നാട്ടിൽ ബാക്കിയാവുന്നുണ്ട് റെസ്റ്റോറൻറ്റ്സിൽ. അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ച ഒരു യങ്സ്റ്റർ ആണ് ഇന്നത്തെ ബി ടോക്കിലിരിക്കുന്നത്. ഓൺ ക്ലബ് FM പ്ലെന്റി ആപ്പിന്റെ ഫൗണ്ടർ മാത്യു, വെൽക്കം ടു ബി ടോക്ക്. താങ്ക് യു. അത് തന്നെയാണോ പ്ലെന്റി ഓഫ് ഫുഡ് ബാക്കിയാവുന്നതുകൊണ്ടാണോ പ്ലെന്റി ആപ്പ് ഉണ്ടായത്? വേണമെങ്കിൽ അങ്ങനെ പറയാം. ആക്ച്വലി പേരിടുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരുപാട് ആലോചിച്ചിട്ടുണ്ട്. എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന മിഷനുമായിട്ട് റെസണേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും പേരായിരിക്കണം, ഷോർട്ട് ആയിരിക്കണം. അപ്പൊ കുറെ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഈ നോർമൽ പ്ലെന്റി എന്ന വാക്ക് വന്നത്, പ്ലെന്റി. അപ്പൊ ഞാൻ വിചാരിച്ചു ആ വൈ മാറ്റി അങ്ങ് ഐ ആക്കാം. അപ്പൊ അത് നമ്മുടെ മിഷനും ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്ലെന്റി ഓഫ് സേവിങ്സ്, അതുപോലെ തന്നെ പ്ലെന്റി ഓഫ് എന്താ പറയാ ഫുഡും സേവ് ചെയ്യുന്നു എന്ന രീതിയിൽ അതാ പോകുന്നു. ഈ ഫുഡ് ഉണ്ടാക്കിയ റെസ്റ്റോറൻറ്റ്സിന് സേവിങ്സ് ആവുന്നു. എല്ലാം പ്ലെന്റിയാണ്. അങ്ങനെ വേണമെങ്കിൽ പറയാം. നല്ല പേരിട്ട് പ്ലെന്റി ആപ്പ് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ കിടക്കും. അത് പ്ലെന്റി ആപ്പ് ഇപ്പൊ നിലവിലുള്ളത് ട്രിവാൻഡ്രത്തും കൊച്ചിയിലും. ആപ്പ് എന്നുള്ള ഈ തോട്ട് ഉണ്ടായത് എങ്ങനെയാ? ആക്ച്വലി ഞാൻ കോളേജിൽ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ അവിടെ മെസ്സിൽ ഒരുപാട് ഫുഡ് ഇങ്ങനെ വേസ്റ്റ് ചെയ്യായിരുന്നു ദിവസവും. അപ്പോൾ എൻ്റെ കോളേജും എയിംസും സെയിം കോമ്പൗണ്ട് വാളാണ് ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, ഭയ്യ എന്തിനാണ് ഇത്രയും ഫുഡ് ഇങ്ങനെ ഡംപ് ചെയ്ത് കളയുന്നത്? അവിടെ എത്രയോ പാവപ്പെട്ടവരുണ്ട്, അവർക്ക് കൊണ്ട് എത്തിച്ചു കൊടുത്തുകൂടെ, അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ കൊണ്ടെത്തിച്ചു കൊടുക്കാന്നുള്ളത്. അപ്പൊ അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ മേളിൽ നിന്നുള്ള ഓർഡറാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ ഞാൻ ആലോചിച്ചു, ഒരു പ്രീമിയർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് പോലും ഫുഡ് മര്യാദയ്ക്ക് മാനേജ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. അപ്പോൾ ബാക്കി ഇന്ത്യയിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. അങ്ങനെ ഞാൻ കുറച്ച് സെക്കൻഡറി റിസർച്ച് ഒക്കെ ചെയ്തു നോക്കി, സെർച്ചൊക്കെ ചെയ്തു നോക്കി, എത്രത്തോളം ഇന്ത്യയിൽ വേസ്റ്റ് ആവുന്നുണ്ട്, ആ ഭക്ഷണം എത്രത്തോളം വേസ്റ്റ് ആവുന്നുണ്ട് എന്ന് ചെക്ക് ചെയ്തപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ആക്ച്വലി ഒരു കൊല്ലം നമ്മൾ 70 മില്യൺ ടൺസ് ആണ് ഫുഡ് വേസ്റ്റ് ചെയ്യുന്നത്. അതിൽ 30% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന നമ്മുടെ ഈ റെസ്റ്റോറൻറ്റ്സ്, റീറ്റെയിൽ ചെയിൻസ്, ബേക്കറീസ് ഒക്കെയാണ്. അപ്പോൾ ഈ ഒരു എമൗണ്ട് മാത്രം നമ്മൾ ഒരു മോണിറ്ററി ടേംസിൽ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വർത്ത് 92,000 crore. അപ്പോൾ അത്രയും ഫുഡാണ് നമ്മൾ ആനുവലി വേസ്റ്റ് ചെയ്യുന്നത്. അതേസമയം നമ്മൾ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ നോക്കിക്കഴിഞ്ഞാൽ 108th ആണ് നമ്മൾ നൈജീരിയക്കൊപ്പം. അത്രയും വിശപ്പുള്ളവരും നമ്മുടെ നാട്ടിലുണ്ട്, ഭക്ഷണം കിട്ടാത്തവരും ഉണ്ട്. അപ്പൊ സർപ്ലസും ഇത്രയും വേസ്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ഒരിക്കലും നമ്മൾ അവരിലോട്ട് എത്തിക്കാൻ പറ്റൂല, കാരണം അവരുടെ കയ്യിൽ ഇതുപോലെ ടെക് ആക്സസോ ഫോണോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. ബട്ട് നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് എക്സ്ട്രാ ഫുഡ് ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന രീതിയിൽ അത് എത്തണം, ഒരിക്കലും വേസ്റ്റ് ആയി പോകരുത്. അതാണ് ഇങ്ങനെയാണ് ഈ തോട്ട് ഉണ്ടായത്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് 2024 ഒരു നവംബർ സമയത്താണ് തോന്നിയത്. MBA ആണ് പഠിച്ചത്. ഭക്ഷണം വേസ്റ്റ് ആവുന്നതിനെ കുറിച്ച് പഠിച്ചു. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ എടുത്തത്? ഞാനപ്പോൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഇത് ആക്ച്വലി എനിക്ക് ഈ ഐഡിയയിൽ വർക്ക് ചെയ്ത് തുടങ്ങി ഞാൻ പ്ലേസ്ഡ് ആയതിന് നെക്സ്റ്റ് ഡേ തൊട്ടാണ്. അപ്പോൾ എനിക്കറിയായിരുന്നു, ഈവൻ ദോ ഞാൻ പ്ലേസ്ഡ് ആയി, നല്ല കമ്പനിയാണ്, ബട്ട് ഐ വാസ് നെവർ മെയ്ഡ് ഫോർ എ 9 to 5 ജോബ് എന്നുള്ളത്. അപ്പോൾ അന്ന് മുതൽ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയതാണ്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ബ്രദറിൻ്റെ അടുത്താണ് ഫസ്റ്റ് ഐഡിയ പറയുന്നത്. ബ്രദർ ഞാൻ എന്ത് ചെയ്താലും ഫുൾ ഓൺ ആണ്, നീ എന്ത് ചെയ്താലും ഞാൻ കൂടെ ഉണ്ടാവും. ബ്രദർ കോ ഫൗണ്ടർ ആണ്. അപ്പോൾ
അപ്പോൾ ഞാനും ബ്രദറുമായിട്ട് ഇങ്ങനെ ചെറിയ രീതിയിൽ ഐഡിയ ഒക്കെ ഡെവലപ്പ് ചെയ്തു. കുറച്ച് കാര്യങ്ങൾ, ഈ പേര് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നോക്കി. അതിനുശേഷം ഞാൻ റാൻഡംലി ഒരു ഡേ എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടായിട്ട് ഒരു കോളിൽ വന്നു. അപ്പോൾ പുള്ളി IIT മദ്രാസ് അലുമിനയാണ്. അപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് ഇങ്ങനെ പറഞ്ഞു, പുള്ളി ഇങ്ങനെ വേറൊരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യായിരുന്നു ഓൾറെഡി അന്നേരം. പുള്ളി സ്റ്റാർട്ടപ്പിലൊക്കെ വർക്ക് ചെയ്ത് ജോലി റിസൈൻ ചെയ്ത് വേറൊരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യായിരുന്നു. അപ്പം ഞാനിങ്ങനെ പുള്ളിയെടുത്ത് റാൻഡമായിട്ട് ചോദിച്ചു, എടാ ഞാനിങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നുണ്ട്, നിനക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ? അപ്പം അവൻ നെക്സ്റ്റ് ഡേ തന്നെ പറഞ്ഞു, അവൻ ആ സ്റ്റാർട്ടപ്പ് വിട്ടിട്ട് ഇങ്ങോട്ട് ജോയിൻ ചെയ്തു. കൂട്ടുകാരൻ ചെറുപ്പം മുതൽ ഒരുമിച്ച് പഠിച്ചതാണ്, ഞങ്ങൾ 12th വരെ ഒരുമിച്ച് പഠിച്ചതാണ്. എന്നിട്ട് ഞങ്ങൾ ഫുള്ള് ബിൽഡ് ചെയ്യായിരുന്നു. ഒരു ജനുവരി ഫെബ്രുവരി മാർച്ച് ടൈമിലൊക്കെ ഫുള്ള് ആപ്പ് ബിൽഡിങ്, ആ സാധനം മാർക്കറ്റ് സ്റ്റഡി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം അറൗണ്ട് ഓഗസ്റ്റ് ഭരത് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഷൈൻ്റെ തന്നെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ അപ്രോച്ച് ചെയ്തു. ആക്ച്വലി പുള്ളിക്ക് ഇങ്ങനെ ഒരു സിമിലർ ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ടീമിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ജോയിൻ ചെയ്തു. അപ്പോൾ വി ആർ ഓൾസോ ഹാപ്പി വിത്ത് ഹിം. അങ്ങനെയാണ് ഭരത്തും ജോയിൻ ചെയ്ത് നമ്മുടെ ഫൗണ്ടിങ് ടീം ഫുള്ളായത്. ഭരത്തിന് ഇൻട്രസ്റ്റ് കൊണ്ട് നിങ്ങൾ ഫൗണ്ടിങ് ടീമിൽ ഉൾപ്പെടുത്തി. ഭരത് ആക്ച്വലി എന്നിട്ട് നമ്മുടെ കൂടെ വർക്ക് ചെയ്തു കുറച്ച് നാള്. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി നമുക്കും തോന്നി ഇത് വലിയൊരു വാല്യൂ അഡീഷൻ ആയിരിക്കും. പിന്നെ ഭരത് ഹോട്ടൽ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ഹോട്ടൽ മാനേജ്മെന്റ് ആണ് പഠിച്ചത്. അപ്പോൾ ആ ഒരു ഇൻഡസ്ട്രിയിൽ നിന്നും നമുക്കൊരു എക്സ്പെർട്ടൈസ് കുറവുണ്ടായിരുന്നു ആ സമയത്ത്. പുള്ളിയുടെ നിന്നും കിട്ടും. പുള്ളിക്ക് ഓപ്പറേഷൻസിലും പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നല്ല വാല്യൂ അഡീഷൻ ആയിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ ഭരത്തും ജോയിൻ ചെയ്തു. ഇതൊരു ആപ്പിലൂടെയാണ് ഞാൻ ഇതിന് സൊല്യൂഷൻ കാണാൻ പോകുന്നതെന്ന് ആദ്യ ഐഡിയ കിട്ടിയായിരുന്നു. കാരണം ഞാൻ ആ സമയത്ത് ഐഡിയ വന്ന സമയത്തായാലും ഞാൻ ചെക്ക് ചെയ്ത് നോക്കി എന്തെങ്കിലും NGOസോ എന്തെങ്കിലും ഇതിന് കറൻ്റ്ലി എന്തെങ്കിലും സൊല്യൂഷൻസ് ഇന്ത്യയിൽ ഉണ്ടോ എന്ന്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ആക്ച്വലി കുറച്ച് NGOs ഉണ്ട്, റോബിൻഹുഡ് ആർമി എന്നൊക്കെ പറഞ്ഞിട്ട്. ബട്ട് അവരൊന്നും അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. ഞാൻ വിളിച്ചു നോക്കി. അപ്പോൾ കേരളത്തിൽ റോബിൻഹുഡ് ആർമി ഉണ്ട്, ഗ്രൂപ്പൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ ഐ ഡിഡ്ന്റ് ഗെറ്റ് എ ഗുഡ് റെസ്പോൺസ്. എന്നിട്ട് ഞാൻ പുറത്തു നോക്കി വെസ്റ്റേൺ കൺട്രീസിൽ എന്തെങ്കിലും ഇതിന് സൊല്യൂഷൻ ഉണ്ടോ, ബാക്കി വരുന്ന ഭക്ഷണം ആളുകളിലേക്ക് എത്തിക്കുന്ന എന്തെങ്കിലും വേസ്റ്റ് ആക്കാതെ. അപ്പൊ അവിടെ സൊല്യൂഷൻ ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ഒരു ടൂ ഗുഡ് ടു ഗോ എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട്. അപ്പൊ എനിക്ക് ആദ്യം അവെയർ അല്ലായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു നൈസ് ആണല്ലോ, ഇവർ 19 രാജ്യത്തുണ്ട്, ഈ സെയിം സാധനമാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവരുടെ സിഇഒയുടെ ഒരു സെഷൻ ഉണ്ടായിരുന്നു സ്റ്റുഡൻസിൻ്റെ കൂടെ. അപ്പോൾ ഞാൻ ഇതിൽ ജോയിൻ ചെയ്തിട്ട് ഇവരുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ ഇന്ത്യയിൽ വരാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഇവിടെ ഇത്രയും സർപ്ലസ് ഫുഡ് വരുന്നുണ്ട്, വൈ നോട്ട് ഇന്ത്യ എന്ന് പറഞ്ഞു. അപ്പോൾ ടൂട്ടുകൂടെ സിഇഒ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ എന്ന മാർക്കറ്റ് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഇറ്റ്സ് എ ഭയങ്കര വലിയ മാർക്കറ്റാണ്, ബട്ട് ഭയങ്കര ഡൈവേഴ്സ് ആണ്. വി ആർ നോട്ട് അവെയർ എങ്ങനെ ഇവിടെ വരണമെന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യുന്ന സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിലാണ്. അവരിപ്പോൾ ജപ്പാനിൽ എന്നിട്ട് ലോഞ്ച് ചെയ്തു. ഐ തിങ്ക് 20th കൺട്രി ആണെന്ന് തോന്നുന്നു. കമ്പനി അത് ഇത് തുടങ്ങിയത് ഐ തിങ്ക് ഡെൻമാർക്കിലാണെന്നാണ് എൻ്റെ വിശ്വാസം. ഡെൻമാർക്ക് ഓർ സ്വീഡൻ, അവിടെ തുടങ്ങിയ കമ്പനിയാണ്. എന്നിട്ട് അവർ എക്സ്പാൻഡ് ചെയ്തു. UK, യൂറോപ്യൻ കൺട്രീസ് എല്ലാം കവർ ചെയ്തു. US ഉണ്ട്. എന്നിട്ടിപ്പോൾ ജപ്പാൻ, തായ്ലാൻഡ് അങ്ങോട്ടൊക്കെ അവർ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു ആപ്പ് ഒരു സംരംഭമായി മാറുന്നത് എങ്ങനെയാണ്? ഒരു ആപ്പ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്വിഗ്ഗി, സൊമാറ്റോ, നെറ്റ്ഫ്ലിക്സ്, ഇതൊക്കെ ആപ്സാണ് നമ്മൾ നോക്കും. അപ്പോൾ ബ്രോയുടെ പ്ലെന്റി ആപ്പ് ഒരു ബിസിനസ് സംഭവമായി മാറിയോ? ബിസിനസ് സംഭവം ആയെന്ന് മാറിക്കഴിഞ്ഞാൽ അത്രയും വലിയ രീതിയിൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതിൽ മോർ ഓവർ ബിസിനസ്, ഇതിലൊരു സോഷ്യൽ ഇമ്പാക്റ്റ് ആണ് ഞാൻ കൂടുതലും ഉദ്ദേശിച്ചത്. ഒരു ഓൺടർപ്രണർ ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് ഐ വാണ്ടഡ് ടു ഡു സംതിങ് വിത്ത് എ സോഷ്യൽ ഇമ്പാക്ട് എന്നൊരു സാധനം ചേഞ്ച് കൊണ്ടുവരണം. എല്ലാവർക്കും ബെനിഫിറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സാധനം ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ബി ബെറ്റർ എന്ന് ഭയങ്കരമായിട്ട് തോന്നി. അപ്പോൾ ഇതിൽ ബിസിനസ് മോഡൽ എന്താണെന്ന് പറയാനാണെങ്കിലും അവരെ പോലെ വലിയ മാർജിൻ ഇല്ലെങ്കിലും ചെറിയൊരു മാർജിൻ നമുക്ക് ഇതിൽ കൂടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് നമ്മൾ സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ഇവൻച്വലി ബിക്കം പ്രോഫിറ്റബിൾ. സൂപ്പർ. അപ്പോൾ റെസ്റ്റോറൻറ്റ്സ് ഹാപ്പിയാണോ? ട്രിവാൻഡ്രത്ത് ആദ്യം തുടങ്ങിയ ദിവസങ്ങളെ കുറിച്ച് പറഞ്ഞുതരാം. തുടങ്ങിയത് ആക്ച്വലി ഭരത്തായിരുന്നു ഫുള്ള് ഓപ്പറേഷൻസ് അന്നേരം ഹാൻഡിൽ ചെയ്തത്. അപ്പോൾ ഭരത്ത് ഫുള്ള് ഓട്ടായിരുന്നു. അങ്ങനെ നമുക്ക് എന്നാ ലോഞ്ച് ചെയ്തത്?
നമ്മൾ ഒക്ടോബർ 8 ലോഞ്ച് ചെയ്തത്. ഓക്കെ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ നമുക്ക് മഫിൻ ഹൗസ് എന്ന് പറഞ്ഞ ഒരു ബേക്കറി ചെയിൻ ഉണ്ടായിരുന്നു. ട്രിവാൻഡ്രത്ത് അത്യാവശ്യം വലിയൊരു ബേക്കറി ചെയിൻ ഉണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എല്ലാം റെഡിയായി, ആപ്പ് റെഡിയായി, കടകൾ റെഡിയായി, എല്ലാം റെഡിയായി, ലോഞ്ച് ചെയ്തു. അവരുടെ ബാക്കി വരുന്ന ഫുഡ് ഇതിലേക്ക് ഇട്ടു തുടങ്ങി. അന്ന് ഇടുകയും ചെയ്തു, ഫസ്റ്റ് ഡേ ഇടുകയും ചെയ്തു. പക്ഷേ കോമഡി എന്താന്ന് വെച്ചാൽ വാങ്ങിക്കാൻ ആരുമില്ലായിരുന്നു, ആൾക്കാരറിഞ്ഞില്ല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളുടെ കൂട്ടുകാരും വീട്ടുകാരും എല്ലാവരുടെ അടുത്തും ഈ സാധനം ലിങ്ക് അയച്ചു കൊടുത്തു, കയറി ഒന്ന് ഓർഡർ എന്നിട്ട് പോയി വാങ്ങിക്കാൻ പറഞ്ഞു. അപ്പൊ കടക്കാരെ അറിയട്ടെ ഓക്കെ ഇത് വാങ്ങിക്കാൻ ആൾക്കാരുണ്ടെന്നുള്ളത്. അപ്പൊ മോസ്റ്റ്ലി ഫാമിലി ആൻഡ് ക്ലോസ് ഫ്രണ്ട്സ് ആണ് ആ സ്റ്റാർട്ടിങ് ഡേയ്സിൽ ഫുള്ള് വാങ്ങിച്ചു. അങ്ങനെ ഒരു വീക്ക് ഇത് തന്നെ ആയിരുന്നു. ഫ്രണ്ട്സിനെ കൊണ്ട് വാങ്ങിപ്പിക്കും. എല്ലാരും പറയാ എടാ പൈസ തരാ, ഒന്ന് ഓർഡർ എന്നിട്ട് എങ്ങനെയെങ്കിലും പോയി ഒന്ന് എടുക്ക്, ഞാൻ പൈസ എന്തായാലും അയച്ചു തരാം. പ്ലെന്റി ആപ്പ് എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? ഇപ്പം സ്വിഗ്ഗി എങ്ങനെയാന്ന് നമുക്കറിയാം, നമ്മൾ ഓർഡർ ചെയ്യുന്ന ഫുഡ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നു. ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് അതിനകത്തുണ്ട്. പ്ലെന്റി എങ്ങനെ വർക്ക് ചെയ്യുന്നത്? പ്ലെന്റി എന്ന് പറഞ്ഞാൽ ഈ സ്വിഗ്ഗിയും സൊമാറ്റോയും പോലെ എപ്പോഴും റെസ്റ്റോറൻറ്റ്സ് ലൈവ് ആയിരിക്കൂല. കാരണം സർപ്ലസ് ഫുഡ് മാർക്കറ്റ് പ്ലേസ് ആയതുകൊണ്ട് സർപ്ലസ് ഫുഡ് എപ്പോ വരുമോ അപ്പൊ മാത്രമേ റെസ്റ്റോറൻറ്റ്സ് ലൈവ് ആകത്തുള്ളൂ. അതായത് ഫുഡ് ബാക്കി വരുന്ന ഫുഡ് എക്സ്ട്രാ വരുന്ന സമയത്ത് ഓഫ് പീക്ക് അവേഴ്സ്, ഇപ്പൊ ഉച്ചയ്ക്കത്തെ ശേഷമാണെങ്കിൽ ഒരു 2 o'clock അല്ലെങ്കിൽ 3 o'clock ശേഷമായിരിക്കും. നൈറ്റ് ആണെങ്കിൽ ഒരു 8 o'clock ശേഷമായിരിക്കും ബേക്കറീസും റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ലൈവ് ആവുന്നത്. ഇനി നമ്മുടെ വെൻഡേഴ്സ്, ഈ റെസ്റ്റോറൻറ്റ്സും ബേക്കറീസും അവർക്കൊരു ഡാഷ്ബോർഡ് ഉണ്ട്. ഇതിനകത്ത് അവർ ജസ്റ്റ് കയറി അപ്ഡേറ്റ് ചെയ്യും എന്താണ് ഇന്ന് ബാക്കിയുള്ളത്, എത്ര പേർക്കുള്ള സാധനമുണ്ട്, വെജ് ആണോ നോൺ വെജ് ആണോ എന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യും. എന്ന് ആ സെക്കൻഡ് തന്നെ നമ്മുടെ ആപ്പിൽ സാധനം ലൈവ് ആവും. അപ്പൊ കസ്റ്റമേഴ്സിന് ഇത് കാണാൻ പറ്റും. ഓക്കെ, മഫിൻ ഹൗസ് അല്ലെങ്കിൽ KR ബേക്സ് ഓർ റോയൽ ബേക്സ് എന്ന് ഇന്ന് ഈ സാധനമാണ് ബാക്കിയുള്ളത്, ബിരിയാണിയാണ് അല്ലെങ്കിൽ ഷവായാണ് സാധനം ബാക്കിയുള്ളത്. എന്നിട്ട് അവരൊരു പിക്കപ്പ് വിൻഡോയും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഒരു 9 to 10 അല്ലെങ്കിൽ 10:30 to 11 ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ പോയി എടുക്കണം. നമ്മൾ പോയി എടുക്കണം. അവർ ആ ടൈം അവിടെ ഡിനോട്ട് ചെയ്തിട്ടുണ്ടാവും, ആ സമയത്ത് പോയി എടുക്കണം. എന്നിട്ട് നമ്മൾ റിസർവ് ചെയ്യണം. എന്നിട്ട് ആപ്പിൽ തന്നെ പേ ചെയ്യണം. പേ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ഓർഡർ കോഡ് കിട്ടും. ഈ കോഡുമായിട്ട് നമ്മൾ നേരെ അവിടെ പോകണം. ഏത് റെസ്റ്റോറൻ്റ് ആണോ ബേക്കറി ആണോ അവിടെ ചെല്ലണം, അവരിത് കാണിക്കണം, അവർ വെരിഫൈ ചെയ്യും. എന്നിട്ട് നമ്മുടെ സ്റ്റിക്കർ ഒട്ടിച്ച പാക്കേജ് അവർ നമുക്ക് ആ ഫുഡ് നമുക്ക് തരും. സൂപ്പർ. അപ്പോൾ നമുക്കുള്ള ബെനിഫിറ്റ് എന്താ? നമ്മൾ പ്ലെന്റി ആപ്പിലൂടെ ഓർഡർ ചെയ്താൽ നമുക്ക് റീറ്റെയിൽ പ്രൈസിൽ 1/3 പ്രൈസിൽ നിങ്ങൾക്ക് സാധനം കിട്ടുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ്. അതായത് 200 രൂപയുടെ ബിരിയാണി 69 രൂപയ്ക്ക് നമ്മുടെ ബിരിയാണി കിട്ടും. 200 രൂപയുടെ ബിരിയാണി നിങ്ങൾക്ക് 69 രൂപ രാത്രിയായിരിക്കും ഓൺ ആവുന്നത്. അതാണ്. പിന്നെ ഉറപ്പും പറയാൻ പറ്റൂല കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. കാരണം എല്ലാ ദിവസവും കടകളിൽ ബാക്കി വരണമെന്നില്ല. ഇപ്പൊ നിങ്ങൾ സ്ഥിരം എക്സ്പെക്ട് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു KR ബേക്സോ അല്ലെങ്കിൽ റോയൽ ബേക്സോ ബിരിയാണി വരും, ഇന്ന് വരും, നാളെ ബിരിയാണി എന്ന് വരണമെന്നില്ല. ഇല്ല. അപ്പൊ നമ്മൾ പ്ലെന്റി ആപ്പിൽ കയറി നോക്കണം, അവിടെ നമ്മൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള റെസ്റ്റോറന്റ് ഫുഡ് ബാക്കിയുണ്ടോ, അവര് വെച്ചിട്ടുണ്ടോ നോക്കുക, ഓർഡർ ചെയ്യുക. ഇതാണ് പരിപാടി. അപ്പൊ എങ്ങനെ റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു? ട്രിവാൻഡ്രത്ത് എത്ര കാലം എടുത്തു ആൾക്കാരിലേക്ക് എത്താൻ? എങ്ങനെ എത്തിയേ? തുടക്കത്തിൽ നമ്മൾ 1 മാസം കുറച്ച് കഷ്ടപ്പാടായിരുന്നു. ഇങ്ങനെ നമ്മൾ പറഞ്ഞു കഷ്ടപ്പെട്ട് ഒരു രീതിയിൽ സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് തോന്നി മാർക്കറ്റിംഗ് ഒന്ന് നന്നായിട്ട് പുഷ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഒരു ഇൻഫ്ലുവൻസർ, ചെറിയ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ്, വലിയ ഫോളോവേഴ്സ് ഒന്നുമില്ല, അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ ഈ ഐഡിയ പിച്ച് ചെയ്തു, നിങ്ങൾക്ക് ഒരു കണ്ടന്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ ഒരു ഹരികൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു ചേട്ടനുണ്ട്, ഒരു 8,000 ഫോളോവേഴ്സ് ഉള്ള ഒരു ചേട്ടനാണ്. അപ്പോൾ പുള്ളി ഈ വീഡിയോ ഇട്ടു, നമ്മുടെ കണ്ടന്റ് ഇങ്ങനെ പോയി വാങ്ങിക്കുന്നു, ഈ കാര്യങ്ങൾ ആപ്പിന്റെ യൂസർ ഫ്ലോ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ, ഒരു ചെറിയ വീഡിയോ, 1 minute വീഡിയോ. അപ്പോൾ അത് പെട്ടെന്ന് കയറി വൈറലായി, 1 million വ്യൂസിന് മേലെ പോയി. അപ്പോൾ ആ ഒരു 2 to 3 ഡേയ്സിൽ തന്നെ നമുക്കൊരു 20-30K ഡൗൺലോഡ്സ് വന്നു. ഡൗൺലോഡ്സ് വന്നു. പക്ഷെ കോമഡി എന്താണെന്ന് വെച്ചാൽ പിന്നെ അതിനുശേഷം കൊടുക്കാൻ സാധനം ഇല്ലായിരുന്നു. കാരണം കുറച്ച് കടകളെ വെച്ചാണല്ലോ നമ്മൾ തുടങ്ങിയത്. അപ്പൊ 30,000 പേര് വരുന്നു, ആളുകൾക്ക് കിട്ടാൻ സാധനം ഇല്ല, പിന്നെ കംപ്ലൈന്റ് ആയി, സാധനം ഇല്ല. പിന്നെ ഞങ്ങൾ തിരിച്ച് അതുപോലെ റെസ്റ്റോറൻറ്റ്സിനെ പിടിക്കാൻ തുടങ്ങി. ആദ്യം ആൾക്കാരുടെ പുറകെ പോയായിരുന്നു, പിന്നെ തിരിച്ച് അതുപോലെ റെസ്റ്റോറൻറ്റ്സിനെ എങ്ങനെ പെനിട്രേറ്റ് ചെയ്തു, അവരെങ്ങനെ കൺവിൻസ് ചെയ്തു? ആക്ച്വലി തുടക്കത്തിൽ നമ്മളെല്ലാം ഓഫ്ലൈൻ റീച്ച് ഔട്ട് ചെയ്ത് എല്ലാ കടകളിലും നേരിട്ട് പോയി പിച്ച് ചെയ്യും, കുറെ പേര് റിജക്ട് ചെയ്യും. കാരണം യുണീക്ക് ഐഡിയ ആയതുകൊണ്ട് ആദ്യം ആളുകൾ ഭയങ്കര ഹെസിറ്റന്റ് ആയിരുന്നു. ആളുകൾ ഈ ഫുഡ് സേഫ്റ്റിയുടെ കൺസേൺസ് പറയും, നിങ്ങൾ പുതിയ സ്റ്റാർട്ടപ്പ് ആണ്, അപ്പൊ നിങ്ങൾ തുടങ്ങ്, കുറെ പേര് വന്നിട്ട് ഞങ്ങൾ ജോയിൻ ചെയ്യാം, അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ KHRA, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷൻ, ഇവര് വഴി നമ്മൾ ഇവർക്കൊന്ന് പിച്ച് ചെയ്തു. ആക്ച്വലി നിങ്ങളുടെ റെസ്റ്റോറൻറ്റ് അസോസിയേഷനിലെ എല്ലാ മെമ്പേഴ്സിനും ഉപകാരപ്പെടുന്ന ഒരു ഇതായിരിക്കും. അപ്പൊ നിങ്ങൾ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ വിൻ വിൻ സിറ്റുവേഷൻ ഫോർ ബോത്ത് ഓഫ് അസ് എന്ന രീതിയിൽ ഞങ്ങൾ പിച്ച് ചെയ്തു.
അപ്പോൾ ദേ ആർ ഓൾസോ ഹാപ്പി. എന്നിട്ട് ഇവരും പറയാൻ തുടങ്ങി. അപ്പോൾ അവർ വഴി നമുക്കൊരു പുഷ് ചെറുതായിട്ട് കിട്ടി. അപ്പോഴാണ് ഈ സോൾഡ് ഔട്ട് ആയി കിടന്നിരുന്ന സമയത്തുനിന്ന് നമുക്ക് ഒരുപാട് കടകളെ ഒരു ഷോർട്ട് ടൈമിൽ തന്നെ കുറെ പേരെ കയറ്റാൻ തുടങ്ങി. അവരുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അപ്പോൾ അവർ ആദ്യം കാണാനൊക്കെ എളുപ്പമായിരുന്നോ ഹോട്ടൽ അസോസിയേഷൻ ഒക്കെ? നമുക്ക് ആക്ച്വലി ഒരു കോണ്ടാക്റ്റിൽ ഒരു പുള്ളിക്കാരൻ ഉണ്ടായിരുന്നു, അതിലൊരു എക്സിക്യൂട്ടീവ്. അപ്പോൾ പുള്ളി വഴിയാണ് ആദ്യം അപ്രോച്ച് ചെയ്തുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. എന്നിട്ട് പുള്ളി തന്നെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തപ്പോൾ പിന്നെ എല്ലാവരുടെയും റെസ്പോൺസ് നല്ലതായിരുന്നു. സൂപ്പർ. ഇപ്പോൾ ആസ് എ ബ്രാൻഡ് നമുക്ക് റവന്യൂ എന്താന്ന് വെച്ചാൽ എന്ത് പറയും? ഇപ്പൊ നമ്മൾ ഒരു 100 രൂപയുടെ സാധനമാണ് റെസ്റ്റോറൻറ്റ് 100 രൂപയുടെ സാധനമാണ് ഇടുന്നെങ്കിൽ അല്ല 100 രൂപ വെർത്തായിട്ടുള്ള സാധനം നമുക്കത് കിട്ടുന്ന ആക്ച്വലി എത്രയാണെന്ന് പറഞ്ഞാൽ 39 രൂപയ്ക്കാണ്. അപ്പോൾ കടക്കാർക്ക് എക്സാക്ട്ലി ഇന്ന് കിട്ടുന്ന 33 രൂപയാണ്. അതിന്റെ മുകളിൽ ഒരു 6 രൂപ നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രീമിയം ആയിട്ട് ചാർജ് ചെയ്യും. അതാണ് പ്ലാറ്റ്ഫോമിന്റെ റവന്യൂ, ആപ്പ് റവന്യൂ. എങ്ങനെയുണ്ട് ആപ്പ് റവന്യൂ? ഇപ്പോൾ റവന്യൂ വലുതൊന്നും അല്ലെങ്കിൽ ഒരുപാട് പേര് വാങ്ങിക്കുന്നുണ്ട്. ബട്ട് ഞങ്ങൾ ഇപ്പോഴും പ്രോഫിറ്റബിൾ ഒന്നും ആയിട്ടില്ല. കുറച്ചുകൂടെ സിറ്റീസിലോട്ട് സ്കെയിൽ ചെയ്യുമ്പോഴേ നമ്മൾ പ്രോഫിറ്റബിൾ ആവുള്ളൂ, റവന്യൂ വരുള്ളൂ. ഇപ്പൊ നമുക്ക് ടോട്ടൽ സെയിൽസ് പറയാനാണെങ്കിൽ തന്നെ നമ്മൾ ഏകദേശം ഒരു 22-23 lakhs അടുപ്പിച്ച് നമുക്ക് ടോട്ടൽ സെയിൽസ് ആയി. റവന്യൂ പറയാനാണെങ്കിൽ ക്ലോസ് ടു 4 lakh ആണ്. ഓക്കെ. ഇപ്പം ഭക്ഷണം എത്രത്തോളം പ്ലെന്റി ആപ്പിൽ ആൾക്കാർ ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുണ്ടാവും, അതിന്റെ ഡേറ്റ ഉണ്ടോ? അതിന്റെ ഡേറ്റ ഉണ്ട്. ഞങ്ങൾ ആക്ച്വലി ഞെട്ടിപ്പോയ ചില ഡേറ്റ ഒക്കെ ഉണ്ട്. ഞങ്ങൾ ആദ്യം വിചാരിച്ചു കസ്റ്റമേഴ്സ് ട്രൈ ചെയ്യും, 1 പ്രാവശ്യം വാങ്ങിക്കും, 2 പ്രാവശ്യം വാങ്ങിക്കും, 3 പ്രാവശ്യം വാങ്ങിക്കും. പക്ഷെ ഞങ്ങൾക്ക് ഒരു 60-70 ദിവസത്തിൽ തന്നെ 110 പ്രാവശ്യം വാങ്ങിച്ച കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി. ഞങ്ങളെക്കാളും കൂടുതൽ ഇവര് വാങ്ങിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് അവരുമായിട്ട് കീപ്പപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. പ്ലെന്റി കസ്റ്റമർ ഓഫ് ദി മന്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കമ്മ്യൂണിറ്റി ഉണ്ട് ഇതുപോലെ ടോപ്പായിട്ട് ഓർഡർ ചെയ്യുന്ന ആൾക്കാരെ, അതായത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ ഒരുപാട് ഇൻവോൾവ് ചെയ്യുന്നവരെയും കൂടെ ചേർത്ത് നമ്മളൊരു ഇന്നർ സർക്കിൾ എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പൊ ഇവരായിരിക്കും നമ്മുടെ ഫുഡ് ഡൊണേഷൻ ഡ്രൈവ്സിലൊക്കെ ഇവരായിരിക്കും വരുന്നത്. അതുപോലെ ഇവർക്ക് എക്സ്ട്രാ കൂപ്പൺസും കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. സൂപ്പർ. ട്രിവാൻഡ്രത്ത് സ്റ്റാർട്ട് ചെയ്തു. എത്ര ദിവസം അവിടെ എത്ര മാസം കഴിഞ്ഞിട്ടാ കൊച്ചിയിലേക്ക് എക്സ്പാൻഷൻ നടന്നത്? ഞങ്ങളിപ്പോ ആക്ച്വലി ലാസ്റ്റ് മന്താണ് കൊച്ചി ലോഞ്ച് ചെയ്തത്. കാരണം ട്രിവാൻഡ്രത്ത് ഞങ്ങൾക്ക് കുറെ പഠിക്കാനുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ്. അപ്പോൾ പ്രോഡക്റ്റ് റിഫൈൻ ചെയ്യാനുണ്ടായിരുന്നു, ഓപ്പറേഷൻസ് മനസ്സിലാക്കാനുണ്ടായിരുന്നു, കസ്റ്റമർ സപ്പോർട്ട്, അങ്ങനെ പല കാര്യങ്ങളും പഠിക്കാൻ ഞങ്ങൾക്ക് കുറച്ച് സമയം എടുത്തു. അപ്പൊ അതിനുശേഷം പിന്നെ ഓബ്വിയസ്ലി സെക്കൻഡ് എന്ന് പറയുന്ന കൊച്ചി തന്നെയാണ് എനി ഡേ. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് മന്ത് കൊച്ചി ലോഞ്ച് ചെയ്തു. കൊച്ചിയിൽ റെസ്റ്റോറൻറ്റ്സ് ആയോ? കൊച്ചിയിൽ നമുക്കിപ്പോ 150+ റെസ്റ്റോറൻറ്റ്സ് ആയി ഈ മന്ത് തന്നെ. അപ്പോൾ ഇതുവരെ ഇമ്മൻസ് റെസ്പോൺസ് ആണ്. പീപ്പിൾ ആർ റിയലി ഹാപ്പി. അപ്പൊ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണം. കുറച്ചുകൂടെ റെസ്റ്റോറൻറ്റ്സ് കൊണ്ടുവരണം, മാർക്കറ്റിംഗ് ഒന്നുകൂടെ പുഷ് ചെയ്ത് കുറച്ചുകൂടെ ആൾക്കാരിലോട്ട് എത്തിച്ചാൽ നമുക്ക് വിചാരിക്കുന്ന പോലെ ഇത് ആ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ. ഇമ്പാക്റ്റ് ഉണ്ടാക്കാനാണ് ബ്രോ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിൽ മുഴുവൻ റെസ്റ്റോറൻറ്റ്സിലും ബാക്കിയാവുന്ന ഫുഡ് പ്ലെന്റി ആപ്പ് വഴി ആളുകളിലേക്ക് എത്തണം. ആഗ്രഹം എന്ന് വെച്ചാൽ എന്താ പറയുക? ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ നമ്മുടെ ഫുഡ് വേസ്റ്റ് ഞങ്ങളുടെ ആപ്പ് വഴി തന്നെ ഒരു 30-40% കുറയ്ക്കാൻ പറ്റണം ആനുവൽ ബേസിസ്. ഈ 70 million tons എന്ന് പറയുന്ന ഒരു 30-40% കുറയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് പറയാനുള്ള. ഇതാണ് വിഷൻ. ഫുഡ് വേസ്റ്റിനെ കുറിച്ച് എന്തൊക്കെ പഠിച്ചു? നമ്മുടെ നാട്ടിൽ ഫുഡ് വേസ്റ്റ് എങ്ങനെ ഹോട്ടൽസ് മാനേജ് ചെയ്യുന്നത്, ഇതിലേക്ക് ഇറങ്ങിയപ്പോൾ മനസ്സിലായ കുറെ കാര്യങ്ങൾ എന്തൊക്കെ പഠിച്ച്? അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥയിൽ റെസ്റ്റോറൻറ്റ്സ് എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറെ പേരുടെ പ്രവണത എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം ചൂടാക്കി കൊടുക്കാണല്ലേ. കുറെ പേരുടെ പ്രവണത എന്ന് പറയുന്നത് ഡംപ് ചെയ്ത് കളയുക, ഈ പന്നി ഫാമിന് കൊടുക്കുക, അല്ലെങ്കിൽ ബയോഗ്യാസ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കൊടുക്കുക. അപ്പൊ ഇതിനായാലും അവർക്കൊരു ഡംപിങ് കോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ കിലോയ്ക്ക് ഓരോ കിലോ ഈ വേസ്റ്റ് കൊടുക്കുന്നതിന് അവർക്ക് 5 രൂപ വെച്ച് കൊടുക്കണം. അപ്പോ അവർ ഫുഡ് ഓൾറെഡി ഉണ്ടാക്കി അതിന്റെ മുകളിൽ അത് വേസ്റ്റും ആക്കി, എന്നിട്ട് ഒരു കോസ്റ്റ് അവർ ഇൻകർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഓബ്വിയസ്ലി നഷ്ടത്തിന് മുകളിൽ നഷ്ടമായിരുന്നു അവർക്ക്. അപ്പോൾ അത് കുറച്ച് കൊടുക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു നല്ല കാര്യമായിട്ട് അവർക്കും ഫീൽ ചെയ്തു അറ്റ് സം പോയിന്റ്. പിന്നെ വേസ്റ്റ് മനസ്സിലാക്കാൻ പറ്റിയ നമുക്ക് ഇതുപോലെ തന്നെ കുറേ ലാൻഡ് ഫിൽസ് ഓപ്പൺ ആയിട്ട് ഇവിടെ കിടക്കുന്നു, ആരും ഒന്നും ചെയ്യുന്നില്ല, പ്രോപ്പറായിട്ട് റീസൈക്ലിങ് നടക്കുന്നില്ല. അപ്പം അങ്ങനത്തെ ഇഷ്യൂ ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റിയിൽ കൂടുതൽ ഫുഡ് വേസ്റ്റ് വരുന്ന ഇഷ്യൂ വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ആപ്പ് വരുന്നതുകൊണ്ട് ഫുഡ് വേസ്റ്റ് ഇത്രയും കുറയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എഫക്റ്റീവ്ലി എന്താണ്, കാർബൺ എമിഷൻസ് കുറയും, ഈ ലാൻഡ് ഫില്ലിൽ പോണ വേസ്റ്റും ഒരുപാട് കുറയും.
ആർക്കും ഉപയോഗമില്ലാതെ ലാൻഡ് ഫില്ലിൽ പോയി വെറുതെ കാർബൺ എമിഷൻസ് ജനറേറ്റ് ആവുന്നതിൽ ഇറ്റ് ഡസൻ മേക്ക് സെൻസ് എന്നുള്ള ഒരു തോട്ടാണ് മനസ്സിലായത്. അതൊന്നും സൂപ്പർ. ഇപ്പോൾ നമ്മൾ ഫുഡ് കുറച്ച് ബാക്കിയായിട്ട് അതാണ് ആപ്പിൽ ഇടുന്നത്. അപ്പോൾ ഇനി കേടുവരുമോ സ്റ്റെയിലാവോ എന്നുള്ളൊരു നേരിയൊരു ടെൻഷനും ഒരു നേരിയ ലൈനിലൂടെ ആയിരിക്കും ചിലപ്പോൾ ഇത് പോകുന്നത്. അപ്പൊ അതെങ്ങനെ മാനേജ് ചെയ്യും നമ്മള്? നല്ല ഫുഡാണ് ഇടുന്നത്. അപ്പൊ നമ്മൾ ഇതിന് ആദ്യം നമുക്കൊരു പ്രോപ്പർ ക്വാളിറ്റി ചെക്ക് സിസ്റ്റം ഉണ്ട്. നമ്മളിപ്പോ ഒരു റെസ്റ്റോറന്റിന് ഓൺബോർഡ് ചെയ്യാനായാലും ഒരു പ്രോപ്പർ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ഇവർക്ക് ഇത്രയും നമ്പർ ഓഫ് റിവ്യൂസ് വേണം, ഇവർക്ക് പ്രീവിയസ് FSSAI ഇൻസിഡൻസ് ഒന്നും പാടില്ല. സൊമാറ്റോയിലും സ്വിഗ്ഗിയിലും ഇവരുടെ റിവ്യൂസും കാര്യങ്ങളും ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യും. എന്നിട്ട് മാത്രമേ ഇവരെ ഓൺബോർഡ് ചെയ്യത്തുള്ളൂ. ഓൺബോർഡ് ചെയ്തതിന് ശേഷം ഇവർക്കൊരു ഫുഡ് ഇടണമെങ്കിൽ ഈ പിക്കപ്പ് വിൻഡോ ടൈം ഞാൻ പറഞ്ഞ പോലെ എത്ര മണിക്കാണ് വന്ന് എടുക്കേണ്ടതെന്നുള്ള ടൈം ഇടുന്നതിൻ്റെ കൂടെ ഇവർക്ക് ബെസ്റ്റ് ബിഫോർ ടൈം എന്ന് പറഞ്ഞ ഒരു ടൈം കൂടെ ഇടണം. അതായത് എത്ര മണിക്കുള്ളിൽ ഈ ഫുഡ് കൺസ്യൂം ചെയ്യണമെന്നുള്ള ഇവർ മസ്റ്റായിട്ട് ഇട്ടാൽ മാത്രമേ ഇവർക്ക് ഫുഡ് ലൈവ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ വന്ന് പിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ ഈക്വൽ ഇൻ്റർവെൽസിൽ എന്ത് ചെയ്യും, നോട്ടിഫൈ ചെയ്യും. നിങ്ങൾ ഈ ഫുഡ് കഴിക്കണം, ഈ ഫുഡ് ഇത്ര മണിക്കുള്ളിൽ കൺസ്യൂം ചെയ്യണം, ഇനി ആകെ ഇത്ര മണിക്കൂറെ ബാക്കിയുള്ളൂ. ആപ്പ് തന്നെ ഓട്ടോമേറ്റഡ് ആയിട്ട് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് തരും. ഇനി ഇത് അല്ലാണ്ട് നമ്മുടെ പാക്കേജിൽ തന്നെ നമ്മുടെ ഒരു പ്രോപ്പർ ഒരു ക്വാളിറ്റി സ്റ്റിക്കർ ഉണ്ടാവും. അതിനകത്ത് ഇത് എപ്പോഴാണ് പാക്ക് ചെയ്ത്, ഇത് വെജാണോ നോൺ വെജാണോ, അതുപോലെ തന്നെ എത്ര മണിക്കുള്ളിൽ കൺസ്യൂം ചെയ്യണമെന്നുള്ള ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് ഇത്രയും ഓർഡേഴ്സ് ചെയ്തിട്ട് ഈ ക്വാളിറ്റിയുടെ ഇഷ്യൂസ് ഭയങ്കര മിനിമലായിരുന്നു. അപ്പം ഇത്രയും പ്രോപ്പർ ക്വാളിറ്റി ചെക്കും ചെയ്ത് ശേഷം മാത്രമാണ് കൺസ്യൂമറിന് കിട്ടുന്നത്. കൺസ്യൂമറിന് കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ അവിടെ നോട്ടിഫിക്കേഷൻസ് വഴി ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് അക്നോളജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഞാൻ സമയത്തിനുള്ളിൽ ഈ ഫുഡ് കഴിച്ചു എന്ന് അക്നോളജ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ ആപ്പിനകത്തുണ്ട്. അപ്പം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ ക്വാളിറ്റി എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ബാക്കി വരുന്ന ഫുഡ് ആയതുകൊണ്ട്. യെസ്. എന്തെങ്കിലും ക്വാളിറ്റി ഇല്ലാത്ത ഫുഡ് ഏതെങ്കിലും റെസ്റ്റോറന്റ് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? ഭയങ്കര മിനിമൽ ആണ് ആക്ച്വലി, ബട്ട് റെയർ കേസസിൽ സംഭവിക്കാറുണ്ട്. സ്റ്റാഫിന്റെ മിസ്മാച്ച്, അശ്രദ്ധ ഉണ്ട്, ഓബ്വിയസ്ലി സംഭവിക്കാന്നുള്ളേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ തന്നെ നമ്മൾ സ്ട്രിക്റ്റ് ആക്ഷൻ എടുത്തു. അപ്പൊ തന്നെ ആ റെസ്റ്റോറന്റിനെ നമ്മൾ റിമൂവ് ചെയ്തു. ഫുഡ് മോശം ആണെങ്കിൽ ആ റെസ്റ്റോറന്റ് റിമൂവ് ചെയ്യും. നമ്മൾ വേറെ കസ്റ്റമർ ഫസ്റ്റ് പോളിസിയാണ്. അപ്പൊ ഫുഡ് മോശമാണെങ്കിൽ then there's no coming back. നമ്മൾ അപ്പൊ തന്നെ എല്ലാ ക്വാളിറ്റി നോക്കിയിട്ട് അത്ര നല്ല റേറ്റിംഗ് ഉണ്ടെങ്കിൽ എടുക്കത്തുള്ളൂ. അവരുടെ ബ്രാൻഡിനെയും ബാധിക്കാൻ പാടില്ല, അവർക്ക് ബാധിക്കാനും പാടില്ല. അപ്പൊ നമ്മള് ഇറ്റ് ഈസ് ബെറ്റർ ടു ടേക്ക് ദം ഓഫ് ഫ്രോം ദ പ്ലാറ്റ്ഫോം. സൂപ്പർ. ഇപ്പൊ വലിയ ഇൻവെസ്റ്റേഴ്സിനൊക്കെ നോക്കാൻ പ്ലാൻ ഉണ്ടോ? ഷാർക്ക് ടാങ്കിൽ പോവാ, അങ്ങനത്തെ പ്ലാൻ ഒക്കെ ഉണ്ടോ? ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് ആക്ച്വലി. കാരണം നമ്മള് ഇപ്പോ സ്കെയിൽ ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് കുറച്ച് കുറവാണ്. ഞങ്ങൾക്ക് ഇതിനേക്കാൾ സ്പീഡിൽ സ്കെയിൽ ചെയ്യണമെന്നാണ് ഫൗണ്ടിങ് ടീമില് എല്ലാരും പറയുന്നത്. അപ്പോ ഇനി പാൻ ഇന്ത്യ പോകണമെങ്കിൽ ഓബ്വിയസ്ലി ഞങ്ങളെ ഇപ്പോ കംപ്ലീറ്റ്ലി ബൂട്ട്സ്ട്രാപ്ഡ് ആണ്. പിന്നെ ഞങ്ങൾക്ക് IIM ബാംഗ്ലൂരിൽ ഇൻക്യുബേറ്റഡ് ആണ് ഞങ്ങൾ സ്റ്റാർട്ടപ്പ്. അപ്പൊ അവരുടെ നിന്ന് കുറച്ച് ഫണ്ടിങ് സപ്പോർട്ട് ഉണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 17 lakhs അവർ ഫ്രീ ആയിട്ട് തന്നു. അപ്പോൾ ആ സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ സർവൈവ് ചെയ്യുന്നത്. ബട്ട് ഒരു വലിയ സ്കെയിലിലോട്ട് പോകണമെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ഫണ്ട്സ് വെച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഓബ്വിയസ്ലി നമുക്ക് VC ഫണ്ട്സ് അതുപോലെ തന്നെ പോകണം എന്നാണ്. ബട്ട് ഇതുവരെ ഒരു 2 to 3 എൻക്വയറീസ് വന്നിട്ടുണ്ട്. ബട്ട് ഒന്നും സോളിഡ് ടോക്സിലോ ഒന്നിലും മീറ്റിംഗ്സിലോട്ടൊന്നും ആയിട്ടില്ല. ബട്ട് വിൽ സി. ഇപ്പൊ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഹാപ്പി. അടിപൊളി. ഇപ്പോൾ റെസ്റ്റോറന്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇതിലേക്ക് ഫുഡ് കൊടുക്കുന്ന റെസ്റ്റോറന്റ് അങ്ങനെ എന്തെങ്കിലും ഡേറ്റ ഉണ്ടോ? അങ്ങനെയുള്ള ഡേറ്റ ഉണ്ട്. നമുക്ക് കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ എടപ്പള്ളിയിലുള്ള ഒരു കഫേ മലബാർ എന്ന് പറഞ്ഞ കടയുണ്ട്. 1 month പോലും ആയിട്ടില്ല. അവർ ഓൾമോസ്റ്റ് ഇതിന്ന് തന്നെ അവർക്കൊരു 70,000 ക്ലോസ് ടു 70,000 അവർക്ക് ഏൺ ചെയ്യാൻ പറ്റി റെസ്റ്റോറന്റിന്. അപ്പൊ അവർക്ക് തന്നെ അറിഞ്ഞുകൂടായിരുന്നു ആക്ച്വലി ഇത്രയും വർത്തായിട്ടുള്ള ഫുഡാണ് എല്ലാ ദിവസവും ഡംപ് ചെയ്ത് കളയുന്നത്. സോ അവര് ഭയങ്കര ഹാപ്പിയാണ്. അവര് അത്യാവശ്യം ഡെയിലി അല്ലെ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ലിസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതുപോലെ ട്രിവാൻഡ്രത്താണെങ്കിൽ നമുക്ക് ഡി പാരിസ് എന്ന് പറഞ്ഞ ഒരു ഹോട്ടലുണ്ട്. 1 lakh+ അവര് ഇതിനകത്ത് തന്നെ സേവ് ചെയ്ത ഒരു സെല് ചെയ്തവര്. നമ്മുടെ കസ്റ്റമേഴ്സ് ഹാപ്പിയാണോ? ഫീഡ്ബാക്ക് എന്താ? കസ്റ്റമേഴ്സ് ഹാപ്പിയാണ് ഇപ്പോ. ബട്ട് കുറെ പേര് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഡെലിവറി കൊണ്ടുവന്നൂടെ, കാരണം ബാക്കി ആപ്സ് ഒക്കെ ഡെലിവറി ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ മാത്രം ഡെലിവറി ഇല്ല. പക്ഷെ അവരോടൊക്കെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ
ഈ ഡെലിവറി വരുമ്പോൾ കോസ്റ്റ് ഒരുപാട് കൂടും. ഇപ്പൊ ഈ 100 രൂപയുടെ സാധനം നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നത് 39 രൂപയ്ക്കാണ്. ഇപ്പൊ അതിന്റെ മുകളിൽ ഒരു 50 രൂപ ഡെലിവറി ചാർജും കൂടെ വന്നു കഴിഞ്ഞാൽ അത് 89 രൂപയായി. അപ്പൊ ഞങ്ങളുടെ ഹോൾ വാല്യൂ പ്രൊപ്പോസിഷൻ തന്നെ അവിടെ പോയി. 1/3 പ്രൈസ് എന്ന് പറയുന്ന സാധനം നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ആസ് എ ബ്രാൻഡ് ഞങ്ങൾക്കൊരു ഇതുണ്ട്, അതായത് കസ്റ്റമേഴ്സിനെ മടി പിടിപ്പിച്ച് വീട്ടിൽ ഇരിക്കണ്ട, അവരിറങ്ങട്ടെ. ഓക്കെ, അവർക്കൊരു ഇൻസെന്റീവ് ഉണ്ട്. ഓക്കെ, ബിരിയാണി ഇത്രയും കുറവ് പൈസ കിട്ടുന്നു, ഞാൻ അതുകൊണ്ട് പുറത്തിറങ്ങാം, ഐ വിൽ ഗോ ആൻഡ് മീറ്റ് പീപ്പിൾ, ഐ വിൽ ടോക്ക് ടു പീപ്പിൾ, ആളുകൾ സോഷ്യലൈസ് ചെയ്യും. അപ്പോൾ ഇപ്പോഴത്തെ കേസിൽ എല്ലാവരും ഓക്കെ എവറിത്തിങ് വീട്ടിലിരുന്നാൽ മതി, എല്ലാം വിരൽത്തുമ്പി കിട്ടും. അപ്പൊ അതും ഒന്ന് മാറ്റിയെടുക്കാം എന്ന രീതിയിലാണ്. പിന്നെ എല്ലാവരും വാങ്ങിക്കുന്നുണ്ട്, പിന്നെ പ്രശ്നമില്ല, ഞങ്ങളുടെ സാധനം വിറ്റ് പോകുന്നുണ്ട്. അപ്പൊ പിന്നെ എന്തിനാണ് ഡെലിവറി എന്ന ക്വസ്റ്റ്യൻ ആണ്. ഡെലിവറി നടത്തണമെങ്കിൽ നമുക്ക് അത്രയും എംപ്ലോയീസ് വേണ്ടി വരും, യെസ്, അതിനൊരു സിസ്റ്റം വേണ്ടി വരും, അതിന്റെ ആപ്പ് ഡെവലപ്മെന്റ് അതൊക്കെ വേണ്ടി വരില്ല, ഫ്ലീറ്റ് മാനേജ്മെന്റ്, അതുപോലെ തന്നെ ഡ്രൈവേഴ്സിന്റെ റിട്ടൻഷൻ, ഡ്രൈവേഴ്സിന്റെ പേ, ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ വരും. അപ്പൊ ഇതുപോലെ സ്കെയിൽ ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതൊന്നും ഇല്ലാതെ തന്നെ മര്യാദയ്ക്ക് വർക്കായി പോകുന്നുണ്ട്. ഓൾറെഡി ഡെലിവറി സിസ്റ്റം ഉള്ള ഒരു കമ്പനി വരികയെന്ന് വിചാരിക്കാം, സ്വിഗ്ഗിയോ സൊമാറ്റോ ഒക്കെ വരികയാണ്, ഞങ്ങൾ ഡെലിവറി ഏറ്റെടുക്കാം. അൾട്ടിമേറ്റ് എയിം കാർബൺ എമിഷൻസ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ റൈഡേഴ്സ് പെട്രോൾ വെഹിക്കിൾസ് വന്നു കഴിഞ്ഞാൽ പിന്നെയും നമ്മള് ഡയറക്ട്ലി റെസ്പോൺസിബിൾ ആവുകയാണ് കാർബൺ എമിഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഫുഡ് സേവ് ചെയ്യുന്നു നമ്മൾ, എന്നിട്ട് അത് പെട്രോൾ വെഹിക്കിൾസിൽ കൊണ്ടുപോയി ഡെലിവറി ചെയ്യുന്നു. അപ്പോൾ പിന്നെയും നമ്മൾ കാർബൺ എമിഷൻസ് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ നമുക്ക് ഡെലിവറി ചെയ്താലും ഫുള്ളി ഇലക്ട്രിക്, അങ്ങനെ ആ രീതിയിലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇലക്ട്രിക് ആണെങ്കിൽ ഇലക്ട്രിക് ആണെങ്കിൽ ഫൈൻ, സൂപ്പർ. ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്ലെന്റിയിൽ ലിസ്റ്റ് ചെയ്യുന്ന ഭക്ഷണം ഏതാ? ലിസ്റ്റ് ചെയ്യുന്ന ഭക്ഷണം ചോദിച്ചു കഴിഞ്ഞാൽ ബിരിയാണി ഒരുപാട് വരാറുണ്ട്. കാരണം ബിരിയാണി ഓരോന്നായിട്ടല്ലല്ലോ പ്രിപ്പയർ ചെയ്യുന്നത്, ബാച്ച് വൈസ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് ബിരിയാണിയാണ് കൂടുതലും. ഫാൻ ഫേവറേറ്റും ബിരിയാണിയും മന്തിയാണ്. ബിരിയാണിയും മന്തിയാണ്. ബിരിയാണിയൊക്കെ വന്നു കഴിഞ്ഞാൽ 5 മിനിറ്റിൽ സാധനം പോകുക. 18 ലക്ഷം സാലറി ഉള്ള ജോലി റിസൈൻ ചെയ്ത് സംരംഭം തുടങ്ങിയ യങ്സ്റ്റർ, ആ 18 ലക്ഷം സാലറി ഉണ്ടായിരുന്ന യങ്സ്റ്റർ ബ്രോയാണ്. മാത്യു ആണ്. എന്തായിരുന്നു മാത്യുവിന്റെ ജോലിനെ പറ്റി പറ. ഞാൻ ആക്ച്വലി കോളേജിൽ നിന്ന് പ്ലേസ്ഡ് ആയത് വിവോയിലാണ്. വിവോ ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സിലാണ്. അവിടെ ബ്രാൻഡ് റീറ്റെയിൽ എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിലാണ് മാനേജ്മെന്റ് ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്കറിയായിരുന്നു ആക്ച്വലി ഇത് അൾട്ടിമേറ്റ് എൻഡ് ഗോൾ എനിക്ക് ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്നുള്ളതായിരുന്നു. ബട്ട് എൻ്റെ ഫസ്റ്റ് ജോബ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു 6 months ചെയ്യാം, അല്ലെങ്കിൽ എത്ര മാസമാണ് പോകുന്നതെന്ന് നോക്കാം, ആ സമയം കൊണ്ട് പാരലലി സ്റ്റാർട്ടപ്പും ബിൽഡ് ചെയ്യാം, അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ നോക്കാം എന്നുള്ള രീതിയിൽ. പിന്നെ 6 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി രണ്ടും കൂടെ എങ്ങനെയായാലും ഒരുമിച്ച് പോകത്തില്ല. അപ്പോൾ മെയിൻ ഇതിന് പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടായിരുന്നു. അവിടെ പഠിക്കാനായിട്ട് ഫീസ് തന്നെ 18 lakhs ആണ്. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഒരു 15-16 lakhs ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോൺ റീപേ ചെയ്യണമെങ്കിൽ എന്തായാലും എനിക്ക് ജോലി ചെയ്യണം, വേറെ ഒരു നിവർത്തിയില്ല, അച്ഛൻ്റെ അമ്മയടുത്ത് ചോദിക്കാൻ പറ്റൂല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, റിസ്ക് എടുക്കാം. 1 year വർക്ക് ചെയ്തോ? 1 year വർക്ക് ചെയ്യില്ല, 6 months. അപ്പൊ തന്നെ ഇറങ്ങി. കയറി ഉണ്ട്. നല്ല ജോബായിരുന്നു ആക്ച്വലി, ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു. ബട്ട് 6 മാസത്തിൽ ഐഡിയ കിട്ടി, നേരത്തെ വർക്ക് ചെയ്തു, തിളക്കിയായിരുന്നു. അങ്ങനെ 6 മാസത്തിൽ ഇറങ്ങിയ ഡിസിഷൻ ഹാപ്പിയാണോ? വളരെ വളരെ ഹാപ്പിയാണ്. ഞാൻ ആ വീഡിയോയിലും അത് തന്നെയാണ് പറയുന്നത്. ഇത്രയും റവന്യൂ സ്റ്റാർട്ടപ്പ് എവിടെയും കൊണ്ടെത്തിയോണ്ടൊന്നുമല്ല, ബട്ട് ഞങ്ങൾക്ക് ഒരു ഡൊണേഷൻ ഡ്രൈവ് നടത്താൻ പറ്റി. കാരണം ഞാൻ തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എവറി $10,000 ഏത് സിറ്റിയിലാണെങ്കിലും എവറി $10,000 നമ്മളൊരു ഫുഡ് ഡൊണേഷൻ ഡ്രൈവ് നടത്തും എന്നുള്ള. അങ്ങനെ ട്രിവാൻഡ്രത്ത് അപ്പം നമുക്ക് $10,000 ആയപ്പോൾ ഞങ്ങളുടെ ഈ പാർട്ണർ റെസ്റ്റോറൻറ്റ്സും അതുപോലെ തന്നെ കേറ്ററിംഗിലും ഞങ്ങൾ ഒന്ന് ഓർഡർ ചെയ്തിട്ട് നമ്മൾ 500 പേർക്ക് ട്രിവാൻഡ്രത്ത് ഫുഡ് കൊടുത്തു. മെഡിക്കൽ കോളേജിൽ, അതുപോലെ തന്നെ നമ്മുടെ ഡോൺ ബോസ്കോ ഒരു ഓർഫനേജ് പോലത്തെ ഒരു സ്ഥലത്തും നമ്മൾ ഫുഡ് ഡൊണേറ്റ് ചെയ്തു. അപ്പം ഇതൊക്കെ ആക്ച്വലി ഈ സ്റ്റാർട്ടപ്പ് കൊണ്ടാണ് ചെയ്യാൻ പറ്റിയത്. സോ അതിൽ ഭയങ്കര പ്രൗഡാണ്. കാരണം ജോലിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഓബ്വിയസ്ലി എനിക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ സ്റ്റാർട്ടപ്പിൽ എത്ര പേരുണ്ട് ഇപ്പോൾ? കറന്റ്ലി നമ്മുടെ ഫൗണ്ടിങ് ടീമിൽ 4 പേരാണ്, 3 co-founders കൂടെ ഉണ്ട്. പിന്നെ അതല്ലാണ്ട് നമുക്ക് ഫുൾ ടൈമും ഇന്റേൺസ് ആയിട്ട് ഒരു 10 പേര് കൂടെ ഉണ്ട്. മാർക്കറ്റിങ്ങിലും സെയിൽസിലും കസ്റ്റമർ സപ്പോർട്ടിലും എല്ലാം ആയിട്ട് ഒരു 10 പേര് കൂടെ ഉണ്ട്. ടോട്ടൽ
ടീം സ്ട്രെങ്ത് അതാണ്. 14 ആണ് നമ്മുടെ ടീം സ്ട്രെങ്ത്. ഓക്കെ, എന്താണ് ആഗ്രഹങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ കേരളത്തിൽ എല്ലായിടത്തും എക്സ്പാൻഡ് ചെയ്യാനുള്ള പ്ലാൻസ് ഉണ്ടോ? യെസ്, കേരളത്തിൽ നമുക്കിപ്പോൾ ഫീസിബിൾ ആയിട്ടുള്ള ഡിസ്ട്രിക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് കോഴിക്കോടാണ്. പിന്നെ മലപ്പുറത്ത് നമുക്ക് കുറച്ച് ക്ലസ്റ്റേഴ്സ് ഉണ്ട്, ഈ പെരിന്തൽമണ്ണ, കോട്ടക്കൽ ഫുഡിന്റെ മെയിൻ സ്ഥലങ്ങളുണ്ട്. അപ്പൊ അവിടെ തുടങ്ങും. പിന്നെ നമുക്ക് വരുന്ന തൃശ്ശൂരും കൊല്ലമാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രൈറ്റ് പോണ തമിഴ്നാടായിരിക്കും. പിന്നെ അതിന് ശേഷം കർണാടക, സൗത്ത് ഇന്ത്യ കവർ ചെയ്തിട്ട് പിന്നെ സെൻട്രൽ ഇന്ത്യ പോകാം എന്ന പ്ലാനിലാണ്. നമുക്കിപ്പോ ക്ലോസ് ടു 1 lakh ആയി. എക്സാക്ട്ലി പറയാനാണെങ്കിൽ ഒരു 93,000 സംതിങ് ഡൗൺലോഡ്സ് ആയി നമുക്കിപ്പോ. അത് നല്ല ഡൗൺലോഡ്സ് അല്ലേ? അതെ, വളരെ നല്ല. കഴിഞ്ഞ ഒക്ടോബറിലല്ലേ തുടങ്ങി? ഒക്ടോബറിൽ 5 months ആയിട്ടുള്ളൂ. 5 months കൊണ്ട് 1 lakhന്റെ അടുത്ത് ഡൗൺലോഡ്സ് സംഭവമല്ലേ? അപ്പോൾ ഒരുപാട് പേര് ആലോചിക്കുന്നുണ്ടാവും ഇനി എന്താണ് ഞാൻ തുടങ്ങേണ്ടത്, ഒരു ഐഡിയ, എന്തിനുള്ള സൊല്യൂഷനാണ് ഞാൻ കൊണ്ടുവരേണ്ടതെന്ന്. അപ്പോൾ ഇത് ആരുടെ മനസ്സിൽ എനിക്കൊന്ന് അങ്ങനെ കത്തിയിട്ടുണ്ടാവില്ല. പിന്നെ ബ്രോ ഇത് ഇറക്കി കഴിഞ്ഞപ്പോഴായിരിക്കും പലരും ആലോചിച്ചിട്ടുണ്ടാവും പക്ഷെ ഇങ്ങനെ ഒരു സ്കോപ്പ് ഉണ്ടല്ലോ എന്ന്. അപ്പം ഇങ്ങനെ ആലോചിക്കുന്നവരോട് എന്താ പറയാനുള്ളത്? ആക്ച്വലി പ്രോബ്ലംസ് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അത് ചിലപ്പോൾ ഇൻസിഡൻസ് ആയിട്ടായിരിക്കും നമുക്ക് മുന്നിൽ വരുന്നത്, അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ആയിരിക്കും. പക്ഷെ അത് നിങ്ങൾ പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്ത് ആ ഗ്യാപ്പ് കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓബ്വിയസ്ലി നമുക്ക് ഇതുപോലത്തെ നല്ല ഐഡിയാസൊക്കെ ഇത് ചെയ്യാം. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനാണ്, നമ്മൾ പുറം രാജ്യങ്ങളിൽ തന്നെ നോക്കിക്കഴിഞ്ഞാലും പല പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻസ് അവർ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എക്സാമ്പിൾ പറയാം, പ്ലെന്റി തന്നെ ഫസ്റ്റ് എക്സാമ്പിൾ ആണ്. പിന്നെ വേറെ പറയാനാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഈ ഹൗസ് ഹോൾഡ് ഹെൽപ്പ്, അതായത് നമ്മുടെ വീട്ടിലൊക്കെ ജോലിക്ക് വരുന്ന ആൾക്കാരുടെ ഒരു മാർക്കറ്റ് ഇപ്പോഴും ഭയങ്കര അൺഓർഗനൈസ്ഡ് ആയി. അതിനുള്ള ആപ്പ് കൊണ്ടുവരും. നമുക്ക് ആപ്പ് വഴി ഇത് ചെയ്യാം. ഇപ്പോൾ ഒരു പ്ലംബറിനെ കിട്ടാനായിട്ട് നമുക്ക് ഫോൺ വിളിക്കേണ്ടി വരും, ഗൂഗിളിൽ സെർച്ച് ചെയ്യേണ്ടി വരും. ഇലക്ട്രീഷ്യനെ കിട്ടാൻ ചില ആപ്പുകളുണ്ട്, പക്ഷെ അതിപ്പോഴും പ്രോമിനന്റ് ആയിട്ടില്ല. അപ്പോൾ 10 minutes നമുക്ക് പ്ലംബർ, ഇലക്ട്രീഷ്യൻ, മെയ്ഡ്, ബാത്റൂം ക്ലീനിങ്ങിനുള്ള ആൾക്കാർ, സീലിംഗ് ഫാൻ ക്ലീൻ ചെയ്യാനുള്ള. അപ്പൊ ഇപ്പോഴത്തെ ആക്ച്വലി കുറെ ആപ്സ് ഉണ്ട്, വളർന്നു വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു ആപ്പ് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പൊ ഈ 10 minutes ഇൻസ്റ്റാ ഹെൽപ്പ് എന്ന ഒരു കോൺസെപ്റ്റ് ആയിട്ട് ഒന്നും വന്നിട്ടില്ല. ഈ ക്വിക്ക് കൊമേഴ്സ് വന്നതിന് ശേഷം ഐ തിങ്ക് അതിന് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്. സ്വിഗ്ഗിക്കും സൊമാറ്റോക്കും ഒക്കെ കോമ്പറ്റീഷൻ ആണോ പ്ലെന്റി? സ്വിഗ്ഗിക്കും സൊമാറ്റോയ്ക്കും ഞാൻ ഡയറക്റ്റ് കോമ്പറ്റീഷൻ ആണെന്ന് ഒരിക്കലും പറയത്തില്ല. രാത്രിയാകുമ്പോ കോമ്പറ്റീഷൻ ആണ്, ഇൻഡയറക്ട്ലി കോമ്പറ്റീഷൻ ആണ്. കാരണം നമ്മൾ രണ്ട് ബിസിനസ്സിലാണ്. ദേ ആർ ഇൻ ടു ഫുഡ് ഡെലിവറി, നമ്മൾ സർപ്ലസ് ഫുഡ് മാത്രമേ ഡീൽ ചെയ്യുന്നുള്ളൂ. ബട്ട് ഒരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വിഗ്ഗിയിലൊക്കെ ഒക്കേഷണലി ഓർഡർ ചെയ്യുന്ന ആൾക്കാർ അവര് ആക്ച്വലി എളുപ്പം നമ്മുടെ ആപ്പിലോട്ട് ജമ്പ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു ഇൻഡയറക്റ്റ് കോമ്പറ്റീഷൻ ഉണ്ട്. അല്ലാതെ നമ്മുടെ ബിസിനസ് മോഡലുകൾ തമ്മിൽ കോമ്പറ്റീഷൻ ഇല്ല. ആക്ച്വലി അങ്ങനെ ഡയറക്റ്റ് കോണ്ടാക്ട് ഒന്നും വരുന്നില്ല. പക്ഷേ ഞങ്ങളെ ഓപ്പറേഷണൽ ആയിട്ടുള്ള സ്ഥലത്തൊക്കെ നമുക്കെതിരെ അവര് കരുക്കൾ ഓൾറെഡി നീക്കി തുടങ്ങി. ട്രിവാൻഡ്രത്ത് ഇപ്പൊ അവരുടെ സെയിൽസ് ടീമിലെ ആൾക്കാര് നമ്മുടെ പാർട്ണർ ആയിട്ടുള്ള റെസ്റ്റോറൻസിൽ പോയി പറയുന്നുണ്ട്, നമ്മുടെ ഓഫർ ഇട്ടൂടെ, പ്ലെന്റിയിൽ എന്തിനാ ഇടുന്നത്, നമ്മുടെ ഓഫർ ഇടാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അപ്പൊ അതിലിട്ട് വിറ്റ് തീർത്തൂടെ എന്ന്. പക്ഷേ റെസ്റ്റോറൻറ്റ്സ് എല്ലാം നമുക്ക് സപ്പോർട്ടായിരുന്നു. കാരണം നമ്മൾ ഒരു കമ്മീഷനോ ഒരു പൈസ പോലും വെൻഡേഴ്സിന്റെ അടുത്ത് നിന്ന് ചാർജ് ചെയ്യുന്നു. അപ്പൊ അവര് പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ ആയിരുന്നു, അതായത് ഫുഡ് ഓഫറിൽ അതിൽ സെല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അതിന്ന് അവര് കമ്മീഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇവർക്ക് ഒന്നും കിട്ടത്തില്ല. അപ്പൊ അവര് പറഞ്ഞ ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെന്റിയിൽ അവര് ഞങ്ങളെ കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും ചാർജ് ചെയ്യുന്നില്ല, അതിലിട്ട് കഴിഞ്ഞാൽ പിന്നെ വിറ്റ് പോകുന്നുമുണ്ട് ഫുള്ള്. അപ്പൊ സ്വിഗ്ഗിയിൽ പോയാൽ ആ പ്രോമിസും ഇല്ല, എല്ലാം സോൾഡ് ഔട്ടായി പോകുന്നുമില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഹെഫ്റ്റി ആയിട്ടുള്ള കമ്മീഷൻസ് ആണ് ചാർജ് ചെയ്യുന്നത് എന്നുള്ള. അപ്പൊ ഈ ഇഷ്യൂ കാരണം അവര് നമ്മളെ സപ്പോർട്ടായിട്ട് ഇപ്പൊ ഉണ്ട്. ബട്ട് ഇനി സ്കെയിൽ ചെയ്യുമ്പോൾ അറിഞ്ഞൂടെ എങ്ങനെയാണ് ഇവര് യെസ് നെക്സ്റ്റ് കോഴിക്കോട് ആൻഡ് സൂൺ തൃശ്ശൂർ ലോഞ്ച് ചെയ്യാനുള്ള പ്ലാൻ. റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഇല്ല ആക്ച്വലി ഞങ്ങളിപ്പോൾ അവിടെ സെയിൽസിനുള്ള ആൾക്കാരെ ഹയർ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇനി അവിടെ ഞാൻ തന്നെ പോവും, അതുപോലെ ടീം മെമ്പേഴ്സും കാണും. നമ്മൾ അവിടെ പോയി ആദ്യം KHRL എക്സിക്യൂട്ടീവ്സിനെ കാണും, എന്നിട്ട് ഓഫ്ലൈനായിട്ട് ബാക്കി റെസ്റ്റോറൻറ്റ്സ് ബേക്കറീസിലൊക്കെ റീച്ച് ഔട്ട് ചെയ്ത് മാക്സിമം 1 monthനുള്ളിൽ തന്നെ ഓപ്പറേഷൻസ് തുടങ്ങാന്നുള്ള പ്ലാനിലാണ്. സെയിൽസ് ടീം എന്താ പറയുന്നത് ശരിക്കും പോയിട്ട്? ചേട്ടാ അതാണ് പറയുന്നത്, ഫസ്റ്റ് പോയി ചോദിക്കും, ചേട്ടാ എക്സ്ട്രാ ആയിരുന്ന ഫുഡ് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് പറയും. ആദ്യം കുറെ പേര് പറയും ഞങ്ങൾക്ക് ഇവിടെ മോനെ എക്സ്ട്രാ ഫുഡ് എന്ന് പറഞ്ഞ സാധനം ഇല്ല. ബട്ട് ഇൻ റിയാലിറ്റി വരുന്നുണ്ട്. അപ്പൊ നമ്മൾ പറയും ചേട്ടൻ കളയുന്നതിന് പകരം ഈ എക്സ്ട്രാ വരുന്ന ഫുഡിൽ കൂടെ ഒരു എക്സ്ട്രാ വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന്. അതും ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ അധിക ചെലവ്, ഒരു പൈസ ചെലവ് പോലും ഇല്ലാണ്ട്. അപ്പൊ ഈ ഒരു സാധനം കേൾക്കുമ്പോൾ എല്ലാവരും അങ്ങനെയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കല്ലോ, കാരണം എനിക്ക് ചെലവില്ല.
കമ്പൾഷൻ ഇല്ല ലിസ്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ വെൻഡറിന് കംപ്ലീറ്റ് വിൻ വിൻ ആണ്. ഒരു പൈസ ചിലവില്ലാതെ എക്സ്ട്രാ വരുമാനം കിട്ടും എന്നൊരു ഐഡിയ അവരിലോട്ട് എത്തിക്കുമ്പോൾ ദേ ആർ ഹാപ്പി. പിന്നെ ഓൾറെഡി നമ്മുടെ ട്രാക്ക് റെക്കോർഡ് കൂടി പറയുമ്പോൾ, അതായത് ഓക്കെ നമുക്ക് ട്രിവാൻഡ്രത്തും കൊച്ചിയിലും ഇത്ര റെസ്റ്റോറൻറ്റ്സും ബേക്കറീസൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ദിൽ ബി ഫൈൻ. പിന്നെ ഈ KHRA അസോസിയേഷൻ്റെ വക നമുക്ക് ഒരു പുഷും കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് എളുപ്പം അവരെ കൺവേർട്ട് ചെയ്യാം. പക്ഷേ ഓഫ്ലൈനായിട്ട് റീച്ച് ഔട്ട് ചെയ്യേണ്ടി വരും എല്ലാ കടകളിലും പോയി. കോളിൽ ആരെയും കിട്ടത്തില്ല. നേരിട്ട് പോയി കണ്ട് അവരെ കൺവിൻസ് ചെയ്ത ആപ്പൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ അവര് ഓക്കെ ആവും. പ്ലെന്റി ഒരു സ്റ്റാർട്ടപ്പ് ആണെന്ന് പറയാൻ പറ്റും. അതെ, സ്റ്റാർട്ടപ്പാണ്. ഞങ്ങൾ സ്റ്റാർട്ടപ്പായിട്ട് IIM ബാംഗ്ലൂരിൽ ഇൻക്യുബേറ്റഡ് ആണ്. അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ രജിസ്ട്രേഷൻ ഉണ്ട് നമുക്ക്. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരോട് എന്താ പറയാനുള്ളത്? ഇപ്പൊ അല്ലെങ്കിൽ പിന്നെ എപ്പോഴാ, അങ്ങ് തുടങ്ങിക്കോ, ട്രൈ ചെയ്യുക, അത്രേ ഉള്ളൂ. സെയിം ആണ് എൻ്റെ കേസിൽ അതാണ്. ഇപ്പൊ നിങ്ങൾ ഭാവിയിൽ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യരുത്. ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വാലിഡേറ്റ് ചെയ്യുക. ചെറിയ രീതിയിലാണെങ്കിൽ പോലും ഒന്ന് വാലിഡേറ്റ് ചെയ്ത് നോക്കിയിട്ട് മാർക്കറ്റ് പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ അത് എന്തായാലും ചെയ്ത് നോക്കണമെന്ന് തന്നെയാണ്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ അടുത്ത് പോയില്ലേ? കേരള സ്റ്റാർട്ടപ്പ് മിഷനെ അപ്രോച്ച് ചെയ്തായിരുന്നു. ബട്ട് അവര് സർവീസ് കമ്പനീസിന് അത്ര ഫണ്ടിങ്ങോ പ്രൊമോട്ടൊന്നും ചെയ്യത്തില്ല. അവര് ദേ ആർ ഇൻ ടു പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനീസ്. അപ്പൊ പ്രോഡക്റ്റ് കമ്പനീസിനൊക്കെ കേരള സ്റ്റാർട്ടപ്പ് മിഷന് നല്ല സപ്പോർട്ട് ഉണ്ട്. അപ്പൊ അവര് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ അതായത് ഇപ്പൊ ഒരു റോബോട്ട് ഉണ്ടാക്കും നല്ല ഹാർഡ്വെയർ റിലേറ്റഡ്, അതിനൊക്കെ അവര് സപ്പോർട്ട് ചെയ്യും. നമ്മുടെ സർവീസ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനീസിന് അത്ര സപ്പോർട്ട് ഇല്ല. ബാംഗ്ലൂർ അല്ലേ? ഇപ്പൊ കറന്റ് IIM ബാംഗ്ലൂർ ആണ്. അവരിലേക്ക് എത്തിയ അവർ ആക്ച്വലി ഷൈനും ഭരത്തും കൂടെ നമ്മുടെ ഇവിടെ ഒരു കൊച്ചിയിൽ ഒരു ഇവന്റ് ഉണ്ടായിരുന്നു, സ്റ്റാർട്ടപ്പിന്റെ ഇവന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ പോയപ്പോ ഈ IIM ബാംഗ്ലൂരിലെ ടീമിനെ അവിടെ വെച്ച് കണ്ടു. അപ്പൊ അവരുടെ അടുത്ത് ഐഡിയ പ്രസന്റ് ചെയ്തു. അപ്പോൾ ഇവരിങ്ങനെ ജസ്റ്റ് പറഞ്ഞു നമ്മളിങ്ങനെ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആണ്, നിങ്ങൾ വെറുതെ അപ്ലൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പം നമ്മൾ അപ്ലൈ ചെയ്തു. പിന്നെ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം അവർ നമ്മളെ ആ കൊഹോട്ടിലോട്ട് എടുത്തു. അപ്പോൾ കിട്ടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ NSRCEL എന്നാണ് അവരുടെ പേര്. ആക്ച്വലി NSRCEL IIM ബാംഗ്ലൂർ എന്നാണ് പേര്. അപ്പോൾ ഇവർ എന്താണെന്ന് പറഞ്ഞാൽ ഇവർ സർക്കുലാരിറ്റിയിലാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഈ റീസൈക്ലിംഗ്, അതുപോലെ ക്ലൈമറ്റ് ചേഞ്ച്, ഇങ്ങനത്തെ സാധനങ്ങൾ. അപ്പോൾ അതിൽ നമുക്കൊരു വാല്യുബിൾ കോൺട്രിബ്യൂഷൻ കൊണ്ടുവരാൻ പറ്റുമെന്ന് തോന്നിയോണ്ടാണ് അവർ നമ്മളെ സെലക്ട് ചെയ്തത് ആക്ച്വലി അതിലോട്ട്, ഈ കൊഹോട്ടിലോട്ട്. ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്സ് എന്തൊക്കെയാണ്? എങ്ങനെ ഫണ്ടിങ്ങിലേക്ക് എത്താൻ പറ്റും? സ്റ്റാർട്ടപ്പ് മിഷനിലേക്ക് എങ്ങനെ എത്താൻ പറ്റും? പറഞ്ഞു കൊടുക്കോ. ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ നേരത്ത് എൻ്റെ ഇതെന്ന് പറയുന്ന ഫണ്ടിങ് നിങ്ങൾ നോക്കരുത്. ഓക്കെ, ചെറിയ രീതിയിൽ ഐഡിയ വാലിഡേറ്റ് ചെയ്യാൻ നോക്കുക. ഇപ്പൊ ഈ സാധനം ആയപ്പോലും ഇപ്പൊ പ്ലെന്റിയുടെ കേസ് തന്നെ എടുക്കാം. നിങ്ങൾക്ക് ആപ്പ് ഒന്നും തുടങ്ങണ്ട. അതിന് പകരം ചെറിയ രീതിയിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ഒരു കട മാത്രം വെച്ച് നിങ്ങൾക്ക് റൺ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഓക്കെ ആൾക്കാരുണ്ടോ ഈ മാർക്കറ്റിന്, ഇത് സാധനം വാങ്ങിക്കാൻ ആൾക്കാരുണ്ടോ, അതുപോലെ വെൻഡേഴ്സിന് ഇത് യൂസ്ഫുൾ ആണോ എന്നുള്ള വാലിഡേറ്റ് ചെയ്യുക. അപ്പൊ ഈ വാലിഡേഷൻ ആണ് ഭയങ്കര ഇമ്പോർട്ടന്റ്. അപ്പൊ വാലിഡേറ്റ് ചെയ്തിട്ട് നിങ്ങൾ അത്യാവശ്യം സെക്കൻഡറി റീസർച്ച് ഒക്കെ ചെയ്യുക. അത്യാവശ്യം ഇന്ത്യയിൽ ഇതിന് എത്ര മാർക്കറ്റ് ഉണ്ട്, അല്ലെങ്കിൽ കേരളത്തിന് എത്ര മാർക്കറ്റ് ഉണ്ടെന്ന് അനലൈസ് ചെയ്യുക. അതിനുശേഷമാണ് നിങ്ങൾ ഈ ഡെവലപ്മെൻറ്റ്, രജിസ്ട്രേഷൻ, ഇങ്ങനത്തെ കമ്പനി രജിസ്ട്രേഷൻ, ഇങ്ങനത്തെ പരിപാടികളിലോട്ട് പോകേണ്ടത്. അപ്പോൾ കമ്പനി രജിസ്ട്രേഷൻ, പിന്നെ അതിനുശേഷം നിങ്ങളൊരു പൈലറ്റ് റൺ ചെയ്തു. ഓക്കെ, ഇപ്പം ഞങ്ങളും ചെയ്ത അതാണ്. ട്രിവാൻഡ്രത്ത് ഒരു ചെറിയ രീതിയിൽ പൈലറ്റ് റൺ ചെയ്തു. അപ്പോൾ അത് നല്ല രീതിയിൽ പോയി. അതിനുശേഷം ഞങ്ങളിപ്പോൾ ചെയ്യാൻ പോകണം എക്സ്പാൻഡ് ചെയ്യാണ്. ബാക്കി സിറ്റീസിലോട്ട് നമ്മൾ ഈ സെയിം സാധനം റെപ്ലിക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് ഇതാണ് ചെയ്യേണ്ട പ്രോസസ്. ആദ്യം ഐഡിയ ഡെവലപ്പ് ചെയ്യുക, വാലിഡേറ്റ് ചെയ്യുക. വാലിഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഡെവലപ്മെൻറ്റ് തുടങ്ങുക. പാരലലി നിങ്ങൾ കമ്പനി രജിസ്ട്രേഷൻ, കംപ്ലയൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെറിയ രീതിയിൽ പൈലറ്റ് റൺ ചെയ്യുക. ദെൻ യു ക്യാൻ എക്സ്പാൻഡ് ടു എന്താ പറയുക എനി നമ്പർ ഓഫ് സിറ്റീസ് ഓർ എന്താണ് നിങ്ങളുടെ ബിസിനസ് മോഡൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ അത്യാവശ്യം റവന്യൂ ജനറേറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഫണ്ടിങ് സപ്പോർട്ട് പലരുടെയും നിന്നും കിട്ടും. ഇപ്പോൾ ഞങ്ങൾക്ക് ഈ ഇൻക്യുബേഷൻ സെൻറ്ററിൽ നിന്ന് IIM ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയ പോലെ പല ഇൻക്യുബേഷൻ സെൻറ്റേഴ്സും ഉണ്ട് ത്രൂ ഔട്ട് ഇന്ത്യ. കേരളത്തിൽ തന്നെ മൾട്ടിപ്പിൾ ഇൻക്യുബേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. ഇപ്പം നമ്മുടെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, AIC നമ്മുടെ IIIT കോട്ടയത്തിലുള്ള ഇൻക്യുബേഷൻ സെൻ്ററാണ്. അപ്പോൾ ഈ എല്ലാ ഇൻക്യുബേഷൻ സെൻറ്റേഴ്സിലും നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അവർ വഴി ഫണ്ടിങ് ഉണ്ടാവും. പിന്നെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ വഴി തന്നെ നമുക്ക് സീഡ് ഫണ്ട് സ്കീം എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട്. അതിൽ കൂടെ നമുക്ക് 20 ലക്ഷം വരെ ഗ്രാൻഡ് ആയിട്ട് കിട്ടും, ഫ്രീ ആയിട്ട്. പിന്നെ അതിനുശേഷം നമുക്ക് അപ് ടു 50 lakhs കടമായിട്ട്, ലോ ഇൻട്രസ്റ്റിൽ കടമായിട്ട് നമുക്ക് ഐഡിയ സ്റ്റേജിൽ തന്നെ കിട്ടുമോ?
ഇത് അതാണ് കൂടുതൽ റവന്യൂ സ്റ്റേജിലെ കിട്ടുള്ളൂ. കാരണം ഐഡിയ സ്റ്റേജ് അല്ലെങ്കിൽ അത്രയും എന്താ പറയുക, ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഈ ഇൻക്യുബേഷൻ സെന്ററിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാർട്ടപ്പിന്റെ ഐഡിയ എന്ന് പറയുന്നത് നമ്മുടെ സോളാർ പാനൽസ് ഇല്ലേ, അത് റീസൈക്കിൾ ചെയ്ത് അതിന് മെറ്റൽസ് എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇതിന് ഹ്യൂജ് മെഷീനറിയും അതുപോലെ തന്നെ ഫാക്ടറി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണം. അപ്പൊ ഇവർക്ക് ഇനിഷ്യലി എന്തായാലും ഫണ്ടിങ് കിട്ടിയേ പറ്റത്തുള്ളൂ. അപ്പൊ ഇവരെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവര് ലാബില് ഇത് വാലിഡേറ്റ് ചെയ്തു, ടെസ്റ്റ് ചെയ്ത് നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് കാണിച്ചു. അപ്പോൾ ഇവർക്ക് ഫണ്ടിങ് കിട്ടി. അപ്പോൾ ഐദർ വാലിഡേറ്റഡ് ആയിരിക്കണം. നിങ്ങൾക്ക് ഇങ്ങനെ ഫണ്ടിങ് ഇൻറ്റൻസീവ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്സ് ആണെങ്കിൽ ഐഡിയ വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാർട്ടപ്സ് കിട്ടും. അല്ലാതെ ഇതുപോലത്തെ സർവീസ് കമ്പനീസ് ആണ്, ആപ്സ് ആണെങ്കിൽ നമ്മൾ ഈ റവന്യൂ ട്രാക്ഷൻ ഒക്കെ കാണിച്ചാൽ മാത്രമേ നമുക്ക് ഫണ്ടിങ് വരുള്ളൂ. സോളാർ റീസൈക്ലിംഗ് ഒക്കെ തുടങ്ങിയില്ലേ? സോളാർ പാനൽ റീസൈക്കിൾ ചെയ്യാനുള്ള ഞാൻ ആക്ച്വലി കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. അന്ന് മെറ്റൽസ് റീസൈക്കിൾ ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്യും. അവരോണായി അവർക്കിപ്പോൾ ഏകദേശം ഒരു 5 crores ഫണ്ടിങ് കിട്ടി അവിടുന്ന് ഒരു VC-യുടെ നിന്ന്. അവര് ഫാക്ടറി തുടങ്ങി. കേരളത്തിലെ കമ്പനിയാണോ? അല്ലല്ല, ഇത് രാജസ്ഥാനുള്ള കമ്പനിയാണ്. പ്ലെന്റി ഒരു ഉഗ്രൻ തോട്ടാണ്. അതാണ് ഒരു സൊല്യൂഷൻ ആയിട്ട് നമ്മുടെ അടുത്തേക്ക് എത്തിയത്. ബ്രോഡ് ആഗ്രഹം പോലെ തന്നെ പ്ലെന്റി ഓഫ് ആളുകളുടെ അടുത്തേക്ക് ഈ ബാക്കിയാവുന്ന പ്ലെന്റി ഓഫ് ഫുഡ് എത്തട്ടെ. താങ്ക്സ് a lot. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബാക്കിയാവുന്ന പ്ലെന്റി ഓഫ് ഫുഡ് വേസ്റ്റ് അത് കുറയട്ടെ നമ്മുടെ നാട്ടിൽ. യെസ്, ഫുഡ് വേസ്റ്റ് കുറയണം നമ്മുടെ നാട്ടിൽ. ഫുഡ് വേസ്റ്റ് ഇല്ലാണ്ടാവണം.